ഹായ് ഫ്രണ്ട്സ്, ടിക് ടാക് ബ്യൂട്ടി ക്രിയേഷനിലേക്ക് സ്വാഗതം. ഇന്നൊരു പൗച്ച് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കി. ഇത് ഇച്ചിരി വലിപ്പമുള്ള പൗച്ചാണ്. സ്കൂളിൽ കൊണ്ടുവന്ന കുട്ടികളുടെ സൈസിലുള്ളതല്ല. സ്കൂളിൽ കൊണ്ടുവന്ന കുട്ടികൾക്ക് ആവശ്യമുള്ള സൈസിലുള്ള ഞാൻ അടുത്ത ദിവസം വീഡിയോയ്ക്ക് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിന്ന് ഇച്ചിരി വലിപ്പമുള്ള നമുക്കിങ്ങനെ മേക്കപ്പ് സാധനങ്ങളോ സ്ലൈഡുകളോ അങ്ങനെയൊക്കെയുള്ള നമ്മുടെ കാര്യങ്ങൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ ഇത്തിരി വലിപ്പമുള്ള പൗച്ചാണ് തയ്ച്ചിരിക്കുന്നത്. നമുക്കിത് എങ്ങനെ തയ്ക്കുന്നതെന്ന് ആദ്യം ഒന്ന് പഠിക്കാം. തയ്ച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അതിൻ്റെ ഒരു സൈഡിലൊരു വള്ളിയൊക്കെ ഇട്ടിട്ട് നമുക്ക് ബാഗ് പോലെ യൂസ് ചെയ്യുകയും ചെയ്യാം. ചെറിയ ഹാങ് ബാഗ് പോലെ. സിബ് ഇച്ചിരി നല്ല ക്വാളിറ്റിയുള്ള സിബ് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം നമുക്ക് വെട്ടാനായി പഠിക്കാം, തയ്ക്കാൻ. ആദ്യം വെട്ടാൻ നോക്കാം. ആദ്യം നമ്മൾ 15 ഇഞ്ച് നീളവും 14 ഇഞ്ച് വീതിയുള്ള ഒരു തുണി കഷ്ണം എടുക്കുക. 14 12 അത് 13 ആയാലും കുഴപ്പമില്ല. അപ്പം വലിപ്പം കുറയുന്നേ ഉള്ളൂ. ഇതിപ്പോൾ 2 ലെയറാണ്, രണ്ടായിട്ട് മടക്കി ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് 7ഓളം വരുന്നത്. 15 ഇഞ്ച് നീളമുള്ള ഒരു തുണി. നമുക്ക് തുണികളൊക്കെ തയ്ക്കുന്നവർക്ക് അല്ല വീട്ടിൽ കൈകൊണ്ടാണെങ്കിലും നമുക്ക് തയ്ക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ എടുത്തൊരു തുണിയാണ് നമ്മൾ അതിനകത്തേക്ക് സ്റ്റിഫ് വെച്ചാണ് ഒട്ടിക്കുക. ഞാൻ സ്റ്റിഫ് വെച്ചിട്ട് വേറെ വെള്ള തുണി അകത്ത് വെച്ച് ഒരു കട്ടിക്ക് വേണ്ടിയിട്ട് തയ്ക്കുന്നുണ്ട്. അങ്ങനെ അതിന് ദീർഘചതുരം പോലെ ഇരിക്കും ഇതിൻ്റെ പീസുകൾ. അപ്പോൾ ഈ 4 സൈഡും നമ്മൾ ആദ്യം തയ്ച്ചു കൊടുക്കും. നമ്മൾ സ്റ്റിഫല്ലല്ലോ വെച്ചിരിക്കുന്നത്. അപ്പം 4 സൈഡും തയ്ച്ചു കൊടുക്കുകയാണ്. തയ്ച്ചു കൊടുത്തിട്ട് വേണമെങ്കിൽ ഇതിനിടയ്ക്കൂടെയൊക്കെ കള്ളിയായിട്ട് തയ്ക്കാൻ പറ്റും, തുണി വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കണേ. അതങ്ങനെ തയ്ച്ചെടുത്തതിന് ശേഷം നമ്മളൊരു സൈഡിലേക്ക് സിബ് വെക്കുകയാണ്. സിബ് തുണിയേക്കാളും സ്വല്പം വലിപ്പമുള്ളത് അതേ സെയിം അളവിലുള്ള സിബ് വെക്കുക. ആ സെയിം അളവിലുള്ള കിട്ടത്തില്ല, ഒന്നി വലിപ്പമുള്ള അല്ലെങ്കിൽ ചെറുതായിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ ചെറുത് വെക്കണ്ട, വലിപ്പമുള്ള കിട്ടും. ഞാനിപ്പം പ്രഷർ ഫുട്ട് മാറ്റിയിട്ടിട്ടുണ്ട്. അത് റൈറ്റ് സൈഡ് സിബ് അടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. സിബ് തയ്ക്കുന്ന ഫുട്ട് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ഒരു 100 രൂപയ്ക്ക് താഴെ വില വരത്തുള്ളൂ. അങ്ങനെ തയ്ച്ച് ഒരു സൈഡ് നമ്മൾ തയ്ച്ചെടുത്തു. തയ്ച്ചെടുത്തതിന് ശേഷം നേരെ എതിർവശവും തയ്ക്കണം. അപ്പോൾ നേരെ ഇങ്ങോട്ട് തിരിച്ചിട്ടു. ഉണ്ടോ, ഞാനിത് സിബ് ക്ലോസ് ചെയ്ത് വെച്ചിട്ടാണ്. കാരണം അല്ലെങ്കിൽ സിബ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. സിബ് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ തയ്ച്ചു കഴിയുമ്പോൾ പൊസിഷൻസ് മാറിപ്പോകും. അങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആ പൗച്ചിൻ്റെ ആ സെൻറ്റർ ഉണ്ടോ, ഇത് കാണുന്ന പോലെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്തതിന് ശേഷം ആ സെൻറ്റർ പിടിച്ച് നമ്മളെ സിബിൻ്റെ സെൻറ്ററിലോട്ട് കൊണ്ടുവരണം. ആ പൊസിഷനിൽ കൊണ്ടുവന്ന് പിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ക്ലിപ്പ് ചെയ്യുകയോ പിൻ ചെയ്യുകയോ ചെയ്ത് അവിടെ പൊസിഷൻ മാറാതെ വെക്കുകയാണ് നമ്മളങ്ങനെ ചെയ്യണം. ഇതിപ്പം നമ്മൾ കട്ടിയുള്ള 2 തുണി വെച്ച് തയ്ച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത്തിരി പാടാണ് പിന്നിറങ്ങാനായിട്ട്. വീഡിയോ കാണുന്നതിരുന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പ്രത്യേകിച്ച് കൊച്ചു പിള്ളേരൊക്കെയുള്ള വീട്ടിൽ നല്ലതാണ്. ചിലർക്കാണെങ്കിൽ പ്രായമായ അമ്മമാരൊക്കെ ഗുളികകളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള പൗച്ചുണ്ടെങ്കിൽ അതിനകത്തിട്ടൊക്കെ. അതിനുശേഷം 4 കോണിലും 2 ഇഞ്ച് വീതി 2 ഇഞ്ച് നീളവും ഇത്തിരി അടയാളപ്പെടുത്തി ഒരു കോൺ പോലെ ഇങ്ങനെ അടയാളപ്പെടുത്തിയതിന് ശേഷം 4 സൈഡിലും വെക്കുവേ. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും അതുപോലെ, അതിന് അങ്ങേപ്പുറത്തെ സൈഡിലും എല്ലാം അങ്ങനെ 4 കോർണറിലും അതുപോലെ അടയാളപ്പെടുത്തിയതിന് ശേഷം ആ 2 ഇഞ്ച് വീതം അടയാളപ്പെടുത്തിയ ഭാഗം നമ്മൾ വെട്ടിക്കളയും. 4 സൈഡും വെട്ടിക്കളഞ്ഞ ശേഷം വേണം നമ്മൾ തയ്ക്കാനായിട്ട് തുടങ്ങാനായിട്ട്. നല്ലൊരു പൗച്ചായിട്ട് നിൽക്കത്തുള്ളൂ. അതിൽ വെറുതെ ഒരു തുണി കഷ്ണം പോലെയൊക്കെ ഇരിക്കും നമ്മളല്ലാത്ത രീതിയിൽ അടിച്ചാൽ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തെന്ന് ബെല്ലൈക്കണോട് എനേബിൾ ചെയ്തേക്കണേ. ഒത്തിരി ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. 4 സൈഡും നമ്മളിതിൻ്റെ വെട്ടിക്കളഞ്ഞ ശേഷം സിബിൻ്റെ ആ സൈഡിൽ കണ്ട വെട്ടിക്കളഞ്ഞപ്പോൾ അത്രയും നീളത്തിലിരിക്കുന്നു. അത് നമ്മൾ അവിടെ തയ്ച്ച് ചേർക്കുകയാണ്, സ്റ്റിച്ചിടുന്ന
ഇവിടെ. ഒരു സ്റ്റിച്ചിൻ്റെ അകലത്തിൽ ഒരു 1/4 ഇഞ്ച് തയ്യലിടുകയാണ് നമ്മൾ. തയ്യലിടുമ്പോൾ 2 സ്റ്റിച്ചിട്ടാൽ അത്രയും നല്ലതേ. ലോക്കിട്ട് തയ്ക്കണേ. ലോക്കിട്ട് തയ്ച്ച് ഓവർലോക്ക് മെഷീൻ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഓവർലോക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഓരോ സൈഡിലും തുണി വെച്ച് വേറെ അഡീഷണൽ തുണി വെച്ച് തയ്ക്കുകയാണെങ്കിൽ ഈ നമ്മൾ ഈ എഡ്ജ് കാണത്തില്ല, തയ്ച്ച തയ്യൽ തുമ്പ് ബാഗിനകത്ത് കാണത്തില്ല. അതിനുശേഷം ബാക്കി അധികമുള്ള സിബ് നമ്മൾ വെട്ടിക്കളയും. സിബിൻ്റെ പോർഷൻ ഇങ്ങനെ വെട്ടിക്കളഞ്ഞതിന് ശേഷം ആ കോണും ഇവിടെ കാണുന്ന പോലെ ഈ തയ്ച്ചതിൻ്റെ സെൻറ്ററും കൂടെ ഒന്നിച്ച് പിടിച്ച് വെച്ചിട്ട് ആ സൈഡിൽ സ്റ്റിച്ച് കൊടുക്കുന്നു. അങ്ങനെ ബാഗിൻ്റെ 4 കോർണറിലും നമ്മൾ ഇതേ പ്രൊസീജിയറാണ് തുടരുന്നത്. അപ്പം ഈ സൈഡിൽ ഇങ്ങോട്ടാണ് സ്റ്റിച്ച് വെച്ചിരിക്കുന്നതെങ്കിൽ അതിൻ്റെ എതിർവശത്ത് തയ്ക്കുമ്പോഴും അതേ സെയിം സൈഡിലേക്ക് തന്നെ വെച്ച് വേണം, തയ്യൽ തുമ്പ് വെച്ച് വേണം അടിക്കാനായിട്ട്. 2 സ്റ്റിച്ച് കൊടുത്താൽ നല്ലതാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും അതേപോലെ തന്നെ ചെയ്യുന്നു. വളരെ പെട്ടെന്ന് തയ്ച്ചെടുക്കാവുന്ന കാര്യമാണ്. സിബ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ടും, സിബ് തയ്ക്കുന്ന ഫുട്വൂഡ് ഉണ്ടെങ്കിൽ അത് ഏറ്റവും എളുപ്പത്തിൽ തയ്ച്ചെടുക്കാം നമുക്കിത്. ഇങ്ങനെ തയ്ച്ചെടുത്തു, അതിൻ്റെ എതിർവശത്തും തയ്ച്ചെടുത്ത്. പക്ഷേ എഡ്ജ് കാണാതിരിക്കാൻ നമ്മൾ ജസ്റ്റ് ഒരു പീസ് വെച്ച് അത് കവർ ചെയ്താൽ വളരെ നല്ലതായിരിക്കും. കവർ ചെയ്ത് നമ്മൾ തിരിച്ചിട്ടപ്പോൾ ഇതേപോലെയാണ് നമുക്ക് പൗച്ച് കിട്ടുന്നത്. ഇത് ഇച്ചിരി വലിപ്പമുള്ളതെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ നമ്മൾ വെളിയിലൊക്കെ പോകുമ്പം എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള പൗച്ച് ഉണ്ടെങ്കിൽ അതിനകത്ത് നമ്മുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ട് പോകാനായിട്ട് ചെറിയൊരു കോമ്പ്, പൗഡർ, ക്രീം, ലിപ്സ്റ്റിക്ക് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്കിതിനകത്ത്